ദുബായിൽ ഇന്ത്യയോട് 6 വിക്കറ്റിന് തോറ്റതോടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ എത്താനുള്ള പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ ഏകദേശം അവസാനിച്ച മട്ടാണ്. ഗ്രൂപ്പ് എയിൽ 0 പോയിന്റുമായി നെറ്റ് റൺ റേറ്റ് ആണെങ്കിൽ -1.087മായി അവസാന സ്ഥാനത്താണ് റിസ്വാന്റെ പാകിസ്ഥാൻ ടീം. എന്നാൽ സെമി ഫൈനലിലേക്കുള്ള വഴി ഇതുവരെ അവർക്ക് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇപ്പോഴും സെമിയിലെത്താൻ സാധ്യതയുണ്ട്. നിലവിലെ ചിത്രം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 19-ന് ന്യൂസിലൻഡിനോട് 60 റൺസിന് പരാജയപ്പെട്ടതിനു ശേഷം ഇന്നലെ ഇന്ത്യയോട് പാകിസ്ഥാൻ പരാജയപ്പെട്ടിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കം മുതൽ തന്നെ പാകിസ്ഥാന് പാളുന്ന കാഴ്ചയാണ് കണ്ടത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 4 പോയിന്റും +0.647 എന്ന മികച്ച നെറ്റ് റൺ റേറ്റും നേടി ഇന്ത്യ മുന്നിൽ നിൽക്കുകയാണ്. അതേസമയം ന്യൂസിലൻഡ് 2 പോയിന്റും +1.200 എന്ന മികച്ച നെറ്റ് റൺ റേറ്റുമായി അവർ 2ാം സ്ഥാനത്തുമുണ്ട്. ഒരു തോൽവിയും ഒരു കളിയും കയ്യിലിരിക്കെ ബംഗ്ലാദേശ് പാകിസ്ഥാനോടൊപ്പം 0 പോയിന്റുമായി 3ാം സ്ഥാനത്താണ്. പക്ഷേ അവർക്ക് പാകിസ്ഥാനേക്കാൾ കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലെയും മികച്ച 2 ടീമുകൾ മാത്രം മുന്നേറുന്ന ടൂർണമെന്റ് ആയതിനാൽ തന്നെ പാകിസ്ഥാന്റെ യോഗ്യത ഇപ്പോൾ മറ്റു മത്സരങ്ങളുടെ ഫലങ്ങൾ അനുസരിച്ചായിരിക്കും. പാകിസ്ഥാന് ഇനിയുള്ള സാധ്യത ഒന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 27-ന് റാവൽപിണ്ടിയിൽ ബംഗ്ലാദേശിനെതിരെയാണ് പാകിസ്ഥാന്റെ അവസാനഘട്ട ഗ്രൂപ്പ് മത്സരം. അവരുടെ സെമി ഫൈനൽ സ്വപ്നങ്ങൾ സജീവമായി നിലനിർത്താൻ അവർക്ക് ഈ മത്സരം വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിജയം മാത്രം പോരാ പാകിസ്ഥാന്. മിനിമം 100 റൺസിന് മുകളിലോ അല്ലെങ്കിൽ കുറച്ച് ഓവറുകൾ ബാക്കി നിൽക്കെ വിജയിക്കുകയോ വേണം പാകിസ്ഥാന്. എന്നാലേ വലിയ മാർജിൻ അവർക്ക് നേടാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റ് നിലവിലെ താഴ്ചയിൽ നിന്നും അവർക്ക് ഉയർത്താൻ സാധിക്കും. അതുമാത്രം പോരാ, ഇന്ന് റാവൽപിണ്ടിയിൽ നടക്കുന്ന ബംഗ്ലാദേശും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരത്തിൽ ന്യൂസിലൻഡ് പരാജയപ്പെടുകയും വേണം. ഇന്ന് ബംഗ്ലാദേശ് വിജയിക്കുകയാണെങ്കിൽ അവരുടെ പോയിന്റ് 2-ൽ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും സെമിയിലേക്കുള്ള സാധ്യത നിലനിർത്താൻ സാധിക്കും. ന്യൂസിലൻഡ് വിജയിച്ചാൽ അവരുടെ പോയിന്റ് 4 ഉയരും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും സെമി കാണാതെ പുറത്തേക്കും പോകും. ഇനി ഒരു പക്ഷേ ന്യൂസിലൻഡ് പരാജയപ്പെടുകയും ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയും ചെയ്താൽ കാര്യങ്ങളൊക്കെ മാറിമറിയും. മാർച്ച് 2-നാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ദുബായിൽ വെച്ച് നടക്കുന്ന മത്സരം. ഇന്ത്യ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിനെ 2 പോയിന്റിൽ ഒതുക്കും. പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ബംഗ്ലാദേശ് എന്നീ 3 ടീമുകൾക്കും 2 പോയിന്റ് ആകും. ഈ ഒരു സാഹചര്യത്തിൽ 3 ടീമുകളും പോയിന്റ് നിലയിൽ തുല്യരാകുമ്പോൾ നെറ്റ് റൺ റേറ്റ് ടൈം ബ്രേക്കറായി മാറും. ബംഗ്ലാദേശിനെതിരായ ഒരു വലിയ വിജയവും ന്യൂസിലൻഡ് കനത്ത തോൽവിയും ഏറ്റുവാങ്ങിയാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ സെമിയിലേക്ക് കടന്നേക്കാം. നിലവിലെ സ്ഥിതികൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 4 പോയിന്റുമായി 1ാം സ്ഥാനത്തും ന്യൂസിലൻഡ് 2 പോയിന്റുമായി 2ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 3ാം സ്ഥാനത്തും പാകിസ്ഥാൻ ഏറ്റവും പിന്നിലുമാണ്. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.